ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ ടെക്സ്റ്റായിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ടൈപ്പ് ചെയ്യാറുണ്ട്. ഈ ടൈപ്പ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒരു ഹിസ്റ്ററി പോലെ നമുക്ക് സേവ് ചെയ്ത് വെക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ മറ്റൊരാൾക്ക് നമ്മുടെ മൊബൈൽ ഫോൺ കൊടുക്കുന്ന സമയത്ത് അവർ എന്താണ് സെർച്ച് ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ മൊബൈലിലൂടെ തന്നെ അറിയാൻ പറ്റുന്ന ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ താഴെ കമൻറ്റിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. സോ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. സോ പെയ്ഡ് ഒന്നുമല്ല. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്ത ശേഷം ഇതുപോലെ ലോഡായിട്ട് വരും. അപ്പോൾ ഏറ്റവും അവസാനമായിട്ട് നിങ്ങൾക്ക് നെക്സ്റ്റ് എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. വീണ്ടും നെക്സ്റ്റ് എന്ന ഓപ്ഷൻ കാണാൻ പറ്റും. അതും ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ വീണ്ടും നെക്സ്റ്റ് എന്ന ഓപ്ഷൻ കാണാൻ പറ്റും. വീണ്ടും നെക്സ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നിങ്ങൾക്ക് മുകളിലായിട്ട് രണ്ട് ഓപ്ഷൻസ് വരുന്നുണ്ട്. ഒന്ന് അതിൽ വെബ്സൈറ്റ് എന്ന ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് കാണാൻ പറ്റും ഓപ്പൺ അക്സസിബിലിറ്റി സെറ്റിങ്സ് എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അത് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അത് സെലക്ട് ചെയ്യുമ്പോൾ നേരെ നമ്മുടെ മൊബൈൽ ഫോണിൽ ഒരു സെറ്റിങ്സിലോട്ട് പോകും. അക്സസിബിലിറ്റി സെറ്റിങ്സ് ആണ് ഇതൊക്കെ. ഇവിടെ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ആപ്സ് എന്ന് കാണാൻ പറ്റും. നിങ്ങൾക്ക് ചിലപ്പോൾ ഡൗൺലോഡിങ് ആപ്സ് എന്ന് തന്നെ ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ എൻ്റെ ഇവിടെ ഇൻസ്റ്റാൾ ആപ്സ് എന്നാണ് കാണിക്കുന്നത്. ചിലപ്പോൾ നിങ്ങളത് ഡൗൺലോഡിങ് എന്നായിക്കാരം കാണിക്കുന്നുണ്ടാവുക. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾ ഇപ്പോൾ ഡൗൺലോഡ് ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അത് നിങ്ങൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് മുകളിലുള്ള ഓഫ് എന്ന ബട്ടൺ നിങ്ങൾ ഓൺ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം എലോ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് ടു ഓൺ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതവിടെ ഓൺ ആയിട്ട് വരുന്നതാണ്. പല ഫോണിലും പല രീതിയിലായിരിക്കും. അത് നിങ്ങൾ മെയിനായിട്ടും ശ്രദ്ധിക്കുക. ഓക്കെ, ജസ്റ്റ് ബാക്ക് വരിക, നേരെ ആപ്ലിക്കേഷനിലോട്ട് ലോഡ് ആവുക. സോ ആപ്ലിക്കേഷൻ ലോഡ് ആവുന്നവരെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അങ്ങനെ ആ ഒരു അക്സസിബിലിറ്റി സെറ്റിങ്സ് ഓൺ ചെയ്ത ശേഷം അടി കാണുന്ന ഡൺ എന്ന ഓപ്ഷൻ കാണാൻ പറ്റും. അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും ആപ്ലിക്കേഷൻ ഇവിടെ ലോഡായി വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് 3 ഓപ്ഷൻസ് ആണ് ഉള്ളത്. സോ ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അപ്പോൾ ഇത് നമുക്ക് മെയിനായിട്ട് നോക്കുന്നത് 2 ഓപ്ഷൻസ് ആണ്. ഓക്കെ, ഈ 2 ഓപ്ഷൻസ് മെയിനായിട്ട് നോക്കുന്നത് ആദ്യത്തെ ഓപ്ഷന് നമ്മൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ഇവിടെയാണ് നമുക്ക് അതിൻ്റെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നത്. അതിൽ മൂന്നാമത്തെ ഓപ്ഷനാണ് നമുക്ക് മെയിനായിട്ട് നോക്കേണ്ടത് മാനേജ് ആപ്സ്. നമ്മൾ ഏതൊക്കെ ആപ്പിൽ സെർച്ച് ചെയ്യുമ്പോഴാണോ നമുക്ക് ഈ ഹിസ്റ്ററി ലഭിക്കേണ്ടത് എന്നുള്ളത് നമുക്കിതിൽ സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ യൂട്യൂബ് ആണെങ്കിലും ഫേസ്ബുക്ക് ആണെങ്കിലും വാട്സപ്പ് ആണെങ്കിലും ക്രോം ആണെങ്കിലും അങ്ങനെ ഏത് സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നവരാണെങ്കിലും ഇതുപോലെ നിങ്ങൾ എനേബിൾ ചെയ്ത് കൊടുക്കാൻ മാത്രമേ ആ ഒരു ആപ്ലിക്കേഷനിൽ നമ്മൾ എന്തെങ്കിലും ടൈപ്പ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഹിസ്റ്ററി ഇതിൽ കാണാൻ പറ്റത്തുള്ളൂ. ജസ്റ്റ് ഞാൻ എക്സാമ്പിളായിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഞാനിതൊരു ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ വാട്സപ്പിൽ ഒരു ചാറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഞാൻ ജസ്റ്റ് ഒരു ഹായ് എന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇതുപോലെ നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ സെൻഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നേരെ നിങ്ങൾ ആ ഒരു ആപ്ലിക്കേഷനിലോട്ട് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ ലോഡായി വന്ന് കാണാൻ പറ്റും. ഇവിടെ ഹായ് എന്നിവിടെ നമ്മൾ ടൈപ്പ് ചെയ്ത പാടന്നെ ഇവിടെ ഹിസ്റ്ററി വന്നിട്ടുണ്ട്. പക്ഷേ ഇതിൽ ട്വിസ്റ്റ് എന്ന് വെച്ചാൽ ജസ്റ്റ് നിങ്ങൾ ഹലോ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി, അല്ലാതെ സെൻഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ അപ്പം തന്നെ അതിൻ്റെ ഹിസ്റ്ററി അവിടെ വരുന്നതാണ്. സെൻഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, ഇനി നമുക്ക് ഒരു ഗൂഗിളിൽ പോയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം. ഞാനിവിടെ ഗൂഗിൾ സെലക്ട് ചെയ്ത് സെർച്ച് ചെയ്ത ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ മലയാളം എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, മലയാളം എന്ന് സെർച്ച് ചെയ്ത് കൊടുത്ത സമയത്ത് നമ്മൾ നേരെ ആ ഒരു ആപ്ലിക്കേഷനിലോട്ട് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും ഗൂഗിളിൽ മലയാളം എന്ന് അടിച്ചു കൊടുത്ത ഹിസ്റ്ററി വന്നിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾ എന്ത് സെർച്ച് ചെയ്യുകയാണെങ്കിലും ഇതുപോലെ ഹിസ്റ്ററി അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ നെക്സ്റ്റ് വീഡിയോ കാണാം. ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ കാണാം. ബൈ ഗൈസ്.